ഹലോ നമസ്കാരം. അപ്പോൾ തിങ്കളാഴ്ച പാട്ടുകാരൻ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു പുതിയൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതില്ലേ കൈക്കോ എ സ്ലൈസ് ഓഫ് ലൈഫ് പൈനാപ്പിളിൻ്റെ സ്ക്വാഷാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് സ്ക്വാഷാണ്. ഇതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ട് ഇതിന് ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ്. നല്ല ഒരു ടേസ്റ്റി ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇത് ആദ്യമായിട്ടാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. കാരണം ഇതിന്നിപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട്. എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വീട്ടിൽ വിരുന്നേരൊന്ന് പോയപ്പോൾ ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഉമ്മച്ചെടുത്തിട്ട് കുറച്ച് എന്ത് ചെയ്ത് ജ്യൂസ് അടിച്ചു കൊടുത്തു. പക്ഷെ എന്താണ് അവർ ഈ കുടിച്ച ആൾക്കാരുടെ റിപ്ലൈയും ഫീഡ്ബാക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ഞങ്ങൾ വാങ്ങിയത് നമ്മളുടെ ബില്ലാപ്പി, മിന്നാപ്പി, തന്നാപ്പി, മിസിരിപ്പണിനൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ജ്യൂസ് അടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ ബില്ലാപ്പി ഉണ്ട്, മിന്നാപ്പി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇതിട്ടൊന്ന് ജ്യൂസ് പ്രിപ്പയർ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രാൻഡ് കേട്ടോ. ഓക്കെ, കൈക്കോടെ പൈനാപ്പിൾ സ്ക്വാഷ്. സ്മൈലിംഗ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ നമ്മൾ എടുക്കുന്നത്, എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ കൈക്കോ ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പഞ്ചസാര, പിന്നെ നമ്മൾ കൈക്കോടെ സ്ക്വാഷ്, പിന്നെ നല്ല തണുത്ത വെള്ളം, പിന്നെ ചെറുനാരങ്ങ ഇല്ലാണ്ടും നമുക്ക് ചെയ്യാട്ടോ. പക്ഷേ ചെറുനാരങ്ങ ഇട്ടാൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. പിന്നെ ഒരു കാലി ബോട്ടിൽ. ഓക്കെ, അപ്പോൾ കൈക്കോ കുലുക്കി സർബത്ത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളത് നമുക്ക് കാണാം. അല്ല മിന്നോ, അപ്പോൾ എന്തൊക്കെ നമ്മൾ ചേർത്തുള്ളത്? പഞ്ചസാര, പിന്നെ സ്ക്വാഷ്, ചെറുനാരങ്ങ, പിന്നെ ഒരു കാലിക്കുട്ടി. ഓക്കെ, അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യണത് എങ്ങനെ നോക്കാം. നമ്മളിപ്പോൾ ചെയ്യണത് നമ്മളെ ബില്ലാപ്പിക്ക് വരും കേട്ടോ. മദർസോട്ട് ബില്ലാപ്പിക്കും മിന്നാപ്പിക്കുമാണ്. പിന്നെ എനിക്ക് കുടിക്കണം, ടേസ്റ്റൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കൈക്കോ കുലുക്കി സർബത്ത് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. നമ്മളെന്ത് ചെയ്യുക, ഇതിൽ ഏകദേശം ആദ്യം നമ്മളെ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ആദ്യം ഒരു ചെറുനാരങ്ങ എടുക്കുക, കുറച്ച് വലിയ ചെറുനാരങ്ങ. നമ്മൾ പകുതി മതിട്ടാണ്. കാരണം വെച്ചാൽ പുളി കൂടിയാലും ഓൾറെഡി നമ്മളെ കൈക്കോടെ സ്ക്വാഷിൽ പുളി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ ഒരിക്കൽ അതിൻ്റെ നീരൊന്നുണ്ട് സെറ്റായി വെക്കാം. നല്ല നീരുള്ള നാരങ്ങ കേട്ടോ. കാരണം ഒന്നും മതി. ക്ഷീണം, ഈ ചൂടത്ത് ക്ഷീണത്തിനൊക്കെ ഉണ്ടല്ലോ, അടിച്ച് കുടിച്ചാൽ ഭയങ്കര ലെവലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരര കഷ്ണം നാരങ്ങ. ഓക്കെ, അത്യാവശ്യം നീരുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ കൈക്കൊന്ന് ഷെയ്ക്ക് ചെയ്യണം. കാരണം വെച്ചാൽ ആളും ഭയങ്കര സ്ക്വാഷാപ്പിയാണ്. എന്നിട്ട് ഏകദേശം ഒരു കണക്ക് കുപ്പി ഏകദേശം ഒരു 500 ml ഒക്കെ ഉണ്ടാവും. ടീസ്പൂൺ കണക്കാണെങ്കിൽ 5 ടീസ്പൂണൊക്കെ ആയിരിക്കും. നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ഏകദേശം ഇതുവരെ ഇതെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5-10-15 ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഏകദേശം ഒരു 3 ടീസ്പൂണ് ഏകദേശം എന്ത് ചെയ്യുക, നമ്മളുടെ പഞ്ചസാര ഇവിടെയൊക്കെ 3 ചെറിയ ടീസ്പൂൺ. കാരണം ഓൾറെഡി സ്ക്വാഷിൽ മധുരം ഉണ്ടാവും. എന്നാലും ഏകദേശം ഒരു 3 ടീസ്പൂൺ ഇട്ടാൽ അതിലേക്ക്. ഓക്കെ, ഇതിലേക്ക് നല്ല ബില്ല് ഒരു 3 ഗ്ലാസ് എടുത്തിട്ട് വന്നോളൂ.
ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സ്ക്വാഷിൻ്റെ കളറിങ്ങനെ മാറി 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 യെസ് അല്ല ഏകദേശം സെറ്റായി. എന്നിട്ട് ഏകദേശം കുടിക്കാം. നമ്മളുടെ പഞ്ചസാര അതിനകത്ത് ചെറുതാണെങ്കിൽ ഷേക്കിങ്ങിനാണ് ഇതിൻ്റെ ടേസ്റ്റ് എടുക്കുന്നത്. ഇതിൻ്റെ കളറൊക്കെ ഇത് ഏകദേശം ഓറഞ്ച്, ഇത് ഏകദേശം യെല്ലോ ഒക്കെ ആയി. ഓക്കെ, ഏകദേശം നമ്മൾ സാധനം ജ്യൂസ് ആയിരിക്കും. നമ്മൾ ജ്യൂസ് റെഡി ചെയ്യുന്നുണ്ട്. നമ്മളത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഞങ്ങൾ ടേസ്റ്റ് അങ്ങനെയൊക്കെ നോക്കാം. ഓക്കെ, ബില്ലാപ്പിക്ക് മിന്നാപ്പിക്ക് ഷാനിഫൈ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാ ബില്ലാപ്പിക്ക് ഇതാ, ഇത് മിന്നാപ്പിക്ക് ഇതാ, ഇത് ബജി കുട്ടിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞായിരിക്കും. ഓക്കെ, കറക്റ്റായിട്ട് നമ്മളെ കുലുക്കലും കുലുക്കി സർബത്താക്കലും മധുരമായിക്കോട്ടെ പുളിയായിക്കോട്ടെ അല്ലേ ബില്ലോ, അടിപൊളിയല്ലേ? അപ്പോൾ ഈ കൈക്കോ ബ്രാൻഡ് നോക്കണ്ട, ഇതേപോലെ സ്ക്വാഷ് വാങ്ങിയിട്ടേ കറക്റ്റായിട്ട് ചൂടുകാലാണ് കുട്ടികൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊളിക്കും, ദാഹം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു ബോട്ടിൽ വാങ്ങി അത്യാവശ്യം ഇടയ്ക്കിടെ ഇങ്ങനെ ദാഹിക്കുമ്പോൾ ഇങ്ങനെ കുടിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ. താങ്ക് യു.